എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ആകാശ എയർ, ഇൻഡിഗോ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന എതിരാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ സെക്കൻഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ സ്കൈറ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഫസ്റ്റ് വരുന്നത് നമ്മുടെ എയർ ഇന്ത്യയാണ്. പുതിയൊരു റീബ്രാൻഡിങ് ഒക്കെ നടത്തി വിസ്റ്റ എന്ന പേരുള്ള ഒരു ലോഗോ ഒക്കെ ഇറക്കി ഒരു റെഡ് ആൻഡ് ഗോൾഡൻ കളറിലാണ് എയർ ഇന്ത്യയുടെ ലോഗോ വരുന്നത്. അത് മെയിനായിട്ടൊരു റോയാലിറ്റി, പ്രീമിയം ഫീൽ, പിന്നെ ഇന്ത്യയുടെ ഒരു കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലോഗോയാണ് എയർ ഇന്ത്യ യൂസ് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റിലെ ഒരു ലീഡർ എന്ന് പറയുന്ന ഒരാളാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സ് ഒക്കെയാണ്. 20 ഡോട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഇൻഡിഗോയുടെ ലോഗോ എന്ന് പറയുന്നത്. കളറും ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം തന്നെയാണ്. ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അവരുടെ ഒരു കളർ ബ്രാൻഡ് ഇല്ലെങ്കിൽ കളറായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി വരുന്ന ബ്രാൻഡാണ് ആകാശ എയർ എന്ന് പറയുന്നത്. അവരുടെ ലോഗോ ഒരു റൈസിങ് എ ആണ്, ഒരു ബേർഡ് ഫ്ലൈറ്റിലിരിക്കുന്ന പോലത്തെ ഒരു സിമ്പിളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മോഡേൺ ആൻഡ് യുണീക്ക് ലോഗോ തന്നെയാണ് അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആകാശ എയർ എന്ന് പറയുന്നത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ നല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ ചാൻസ് ഉള്ളൊരു എയർക്രാഫ്റ്റിനാണ് ആകാശ എയർലൈൻ എന്ന് പറയുന്നത്. അവർ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് സൺലൈറ്റ് ഓറഞ്ച് ആൻഡ് പാഷനൈറ്റ് പർപ്പിൾ എന്ന് പറയുന്ന 2 കളറാണ് അവർ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു യൂണീക്ക് കളർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ. കാരണം അധികം ആരും യൂസ് ചെയ്യാത്തൊരു കളർ തന്നെ, എന്നാൽ പെട്ടെന്ന് എല്ലാവർക്കും ഫെമിലർ ആകുന്ന ഒരു കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമതായി വരുന്നത് സ്പൈസ് ജെറ്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്പൈസ് ജെറ്റ് ആണെന്ന് തോന്നുന്നു. ഇൻ്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും കുറച്ചും കൂടെയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓടുന്നത് സ്പൈസ് ജെറ്റ് ആണ്. ഒരു ഡൈനാമിക് പാറ്റേണിൽ റെഡ് ഡോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അവരുടെ ലോഗോ വരുന്നത്. റെഡ്, യെല്ലോ, ഓറഞ്ച് കളർ തീമുകളിലാണ് അവരുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ റെഡ് എയർ ഇന്ത്യക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും വളരെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലുള്ള ലോഗോയും പിന്നെ ആ സ്പൈസ് ജെറ്റിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നിർത്തുന്നു. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ബ്രാൻഡിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്തു ഇല്ലെങ്കിൽ ഇത്രയും അനലൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇറക്കാൻ പോകുന്ന ഇപ്പോൾ സ്കൈറ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ ഈ ബ്രാൻഡുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യം ഉണ്ടാകരുത്. അതായത് കളറിലും അതുപോലെ തന്നെ ആ ഒരു ലോഗോ പാറ്റേൺ എല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിലൊന്നും ഈ ഒരു ബ്രാൻഡുകളുമായിട്ട് വലിയ കണക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ എന്തായാലും നമ്മുടെ ലോഗോ സ്കെച്ചിങ്ങും അതുപോലെ ഇൻസ്പിറേഷനും എന്ത് ടൈപ്പ് ലോഗോ ആണെന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.